നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ രാജ് കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ജയിലിൽ ആദ്യ ദിവസം കഴിഞ്ഞത് 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ്. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ 14-ാം ബ്ലോക്കിലാണ് ഗ്രീഷ്മയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. 1-ാം നമ്പറാണ് ഗ്രീഷ്മയ്ക്ക് ജയിലിൽ ലഭിച്ചിരിക്കുന്നത്. 1/2025 എന്നതാണ് ജയിലിൽ ഗ്രീഷ്മയുടെ നമ്പർ. 2025-ലെ ആദ്യത്തെ വനിതാ ജയിൽ പുള്ളിയായതിനാലാണ് യുവതിക്ക് ഈ നമ്പർ ലഭിച്ചിട്ടുള്ളത്. ഷഡാംഗപാനീയം അഥവാ ഒരു ആയുർവേദ മരുന്ന്. ഇത് കഷായപ്പൊടി വെള്ളത്തിൽ തിളപ്പിച്ചാണ് കഷായമുണ്ടാക്കി അതിൽ കീടനാശിനി കൂടി കലർത്തി നൽകിയാണ് കാമുകനെ കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഇന്നലെയാണ് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീർ ശിക്ഷ വിധിച്ചതിന് പിന്നാലെയാണ് ഗ്രീഷ്മയെ ജയിലിലേക്ക് മാറ്റിയത്. ജയിലിലെ അഡ്മിഷൻ നടപടികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വിചാരണ കാലത്തും ഗ്രീഷ്മ ഇതേ ജയിലിൽ തന്നെയായിരുന്നു. എന്നാൽ സഹതടവുകാരികളുടെ പരാതിയെ തുടർന്നാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണെന്നും ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നു. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവം തന്നെയാണ്. ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൃത്യം നടപ്പിലാക്കിയത്. ഇതിനായി പരിശോധനകളെല്ലാം നടത്തി മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകമാണ് ഇതെന്നും അവിചാരിതമല്ല എന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നതും ഗുരുതരമായ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഷാരോണിനെ എന്തിനാണ് കൊന്നത് എന്ന ചോദ്യത്തിന് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നുണ്ട്. ഒഴിവാകാൻ പറഞ്ഞിട്ട് പോയില്ല, പിന്നെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നറിയാം, കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം എന്ന ഒരു മറുപടി ആണ് ഗ്രീഷ്മ പറഞ്ഞത്. ഇത് കറകളഞ്ഞ ഒരു കുറ്റവാളിയെ പോലെ വ്യക്തമായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരപരാധി എന്ന് ആവർത്തിച്ചും കരഞ്ഞും നെറ്റിയിലെ കുങ്കുമം കാട്ടിയും ഗ്രീഷ്മ പിടിച്ചു നിൽക്കാൻ ആവത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ശ്രമമൊന്നും അധികം നീണ്ടില്ല. ഗ്രീഷ്മയുടേതായി പോലീസ് രേഖപ്പെടുത്തിയ ഓരോ മൊഴിയും പുറത്തു വന്നതോടെ ആ കൊടും ക്രൂരത പുറത്തു വരികയായിരുന്നു. ഒഴിവാക്കാൻ ഒരുപാട് ശ്രമിച്ചു, അവൻ പോയില്ല, പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു. ഗ്രീഷ്മ സമ്മതിച്ചു, കൊന്നത് തന്നെ. വിധി കേട്ട് യാതൊരു കൂസലുമില്ലാതെ ഗ്രീഷ്മ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാരോണിന്റെ മാതാപിതാക്കളും. ഒരു കുറ്റവാളിയെ വധശിക്ഷയ്ക്ക് ജഡ്ജി വിധിക്കുമ്പോൾ വിധി എഴുതുന്ന പേന ജഡ്ജി ഒടിച്ചു കളയുക എന്നൊരു വ്യവസ്ഥ നമ്മുടെ ഇന്ത്യൻ കോടതികളിലെ ജഡ്ജിമാർ നടപ്പിലാക്കാറുണ്ട്. ഇതിന് പിന്നിലെ കാരണങ്ങൾ പലതാണ്. വധശിക്ഷ ഇന്ത്യൻ നീതി വ്യവസ്ഥയിൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. അത്ര നീചമായ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നീതി വ്യവസ്ഥ ഈ വിധി നൽകാറുള്ളൂ. ശിക്ഷാ പേപ്പറിൽ എഴുതി രേഖപ്പെടുത്തുന്നത് ജഡ്ജിയാണ്. വധശിക്ഷ വിധിച്ച ശേഷം ആ വിധി രേഖപ്പെടുത്തിയ പേന ജഡ്ജി കുത്തിയൊടിക്കുന്നത് പതിവാണ്. ഇത്തരം രംഗം നമുക്കൊന്നും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും സിനിമയിലെങ്കിലും നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിരുന്ന ഒരു രംഗം തന്നെയാണ് ഇത്. സിനിമയിൽ മാത്രമല്ല, യഥാർത്ഥ കോടതിയിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. വധശിക്ഷ വിധിച്ച ശേഷം ശിക്ഷ എഴുതിയ ഒപ്പിട്ട ശേഷം ജഡ്ജി ആ പേന കുത്തിയൊടിക്കുന്നതിന് പുറകിൽ കാരണങ്ങൾ പലതാണ്. ഇത് തികച്ചും സിംബോളിക് ആക്ട് ആണ് എന്ന് പറയാം. അതായത് പ്രതീകാത്മകമായ ഒരു പ്രവൃത്തി. ഇത്തരം കുറ്റം ഇനി ആരും ചെയ്യരുത്, ഇനി ഇത്തരമൊരു ശിക്ഷ ആർക്കും നൽകാൻ ഇടവരരുത് എന്നതിന്റെ ഒരു സൂചനയും കൂടിയാണ് ഇത്. ഇത്തരമൊരു ശിക്ഷ എഴുതിയ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ ഉറപ്പിച്ച പേന കൊണ്ട് ഇനി വീണ്ടും ഇത്തരം ശിക്ഷ എഴുതാൻ ഇടവരാതിരിക്കട്ടെ എന്നതിന്റെ ഒരു സൂചന. വധശിക്ഷ എഴുതി ഈ പേന കറ പറ്റിയതാണ് എന്നതാണ് മറ്റൊരു വിശ്വാസം. പേനയുടെ മുന കുത്തിയൊടിക്കുന്നതിലൂടെ ജഡ്ജി പേനയിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രഖ്യാപിക്കുന്നു എന്നും പറയാം. പേന കുത്തിയൊടിച്ചാൽ ഈ വിധിയിൽ മറ്റാർക്കും ഒരു പുനർനിർണയത്തിന് അവകാശമില്ല എന്നും അർത്ഥം വരാം. ജഡ്ജിക്കും തന്റെ തീരുമാനത്തിൽ പുനർവിചിന്തനത്തിന് അവകാശമില്ല. ഇത്തരമൊരു വിധി പ്രഖ്യാപനത്തിന് മൂകസാക്ഷിയായ പേന കൊണ്ട് ഇനി ഒരിക്കലും ഇതുപോലുള്ള മറ്റു വിധികളോ എഴുതാൻ കാരണമാകാതിരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയും പേനയുടെ മുന കുത്തിയൊടിക്കുന്നതിന് പുറകിൽ ഉണ്ട്. ഇത്തരമൊരു വിധി പ്രഖ്യാപിക്കുന്ന കോടതി 70 വർഷം രക്തപങ്കിലമാണ് എന്നാണ് വിശ്വാസം. കാരണം വധശിക്ഷ ഒരാളോട് ചെയ്യാവുന്ന പരമാവധി ശിക്ഷ തന്നെയാണ്.
സങ്കടകരമായതാണ് ഇത്. പക്ഷെ അത്ര ക്രൂരമായ കുറ്റം ചെയ്ത വ്യക്തിക്കാണ് ഈ വിധി നൽകുന്നത്. പേന കുത്തിയൊടിക്കുന്നത് ആ ദുഃഖം രേഖപ്പെടുത്തുന്നതിനുള്ള പ്രതീകാത്മകമായ പ്രവൃത്തിയായും വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയിലെ എല്ലാ വധശിക്ഷകളും മരണം വരെ തൂക്കിലേറ്റിയാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ സുപ്രീം കോടതി വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾക്ക് മാത്രമേ നടപ്പാക്കാവൂ എന്ന് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്.